തണ്ണീർത്തടങ്ങൾ പോലെ ഭൂഗർഭജലം സംരക്ഷിക്കുകയും അന്തരീക്ഷവായു ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലങ്ങളാണ് നെൽപ്പാടങ്ങൾ. പാടങ്ങളുടെ വരമ്പും അതിനോട് ചേർന്ന കൃഷിയിടങ്ങളും അനേകതരം സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആവാസ കേന്ദ്രമാണ്. സസ്യസമ്പത്തിനെ ഉപജീവനമാക്കി മാറ്റിയ നിരവധി കുടുംബങ്ങൾ കേരളക്കരയിലുണ്ടായിരുന്നു. പഴയ തലമുറയുടെ അവശേഷിക്കുന്ന കണ്ണികൾ ഇന്നലെകളുടെ സ്മരണകളിൽ വിതുമ്പുന്നു. ഈ മൊത്തം ഇത്രയും സ്ഥലവും ഞങ്ങളുടെ കൈവശമുള്ളതാണ്. താഴെ അറ്റം വരെ വയലായിരുന്നു. ആ വയലിലെല്ലാം കൃഷിക്ക് വേണ്ടിയിട്ട് കന്നാലി വെച്ച് പൂട്ടി, കലപ്പച്ചാലിൽ പൂട്ടി വിത്തിടും, ഞാറ് നടും, ഞാറ് ഉഴുത് നട്ടിട്ട് അതിനെ കള പറിക്കും. ഇതെല്ലാം ഈ പാടത്ത് ചെയ്തിരുന്നത്. ഈ രണ്ട് കൈ കൊണ്ട് ഞാനും ചെയ്തവളാണ്. അതിൽ ഒരു മാറ്റവുമില്ല. ഞങ്ങളെ മുറ്റത്ത് നെല്ല് കൊണ്ടുവന്ന അഭിഷേകം 3, 4, 10,000-ത്തിനകത്ത് ഈ രണ്ട് കൈ കൊണ്ട് വാരിക്കൊണ്ടുവന്നിട്ടുള്ള നെല്ലിന് കണക്കില്ല. ഈ മൊത്തം ഇത്രയും സ്ഥലവും ഞങ്ങളുടെ കൈവശമുള്ളതാണ്. അപ്പോൾ അതിന് ശേഷം ഒരു വൈദ്യശാല തുടങ്ങി. ഈ പുരയിടത്തിനകത്തുള്ള ഈ പാടത്തിനകത്തുള്ള പച്ചള മരുന്ന് പറിച്ച് തന്നെയാണ് ഞങ്ങൾ മരുന്നുകളുണ്ടാക്കിയത്. ഇത് തീണ്ടാനാഴിയാണ്. ഇത് പ്രസവിച്ച് കിടക്കുമ്പോൾ അരി കൂടെ ചേർത്ത് മുറുക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കണതാണ് കീഴാനെല്ലി. ഈ സാധനമാണ് മലാന്നി. കൈതോന്നി പുഴിഞ്ഞ എണ്ണയിൽ ചേർക്കും. എണ്ണ അതിന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്ത് എണ്ണ കാച്ചും. അത്ര പരാതി എണ്ണയ്ക്കാണ് ഉഴിഞ്ഞേരെ ചാറ് ചേർക്കണത്. കുടങ്ങൽ അരച്ച് കലക്കി തേങ്ങാപ്പാല് കുടിക്കും. ഇത് കീഴാനെല്ലി. ഇത് രണ്ടുമാണ് ഈ മഞ്ഞപ്പുത്തത്തിന് ഉപയോഗിക്കണം. പൊഴിഞ്ഞില് എണ്ണ കാച്ചാനാണ് കറ്റവാഴത്തട, കൈതോന്നി, നൊച്ചിയില, പപ്പടപ്പില്ല്, കറുകപ്പില്ല്, ആനച്ചോടി, അതും കുരുമുളകും കൂടെ ഇട്ട് കഷായം ഇട്ട് അത് 2 നേരം കുടിക്കുമ്പോൾ നമ്മളെ പണ്ടത്തെ പനി അങ്ങ് കുറഞ്ഞ്. വയൽച്ചുള്ളി, കൈതോന്നി, മുയൽച്ചെവിയൻ, ചുണ്ണാമ്പില, നറുനീണ്ടി, തിരുപ്പൻപുല്ല്, ഞരങ്ങണപ്പുല്ല്, പൂവാങ്കുറുന്തൽ, കുറുന്തോട്ടി, തഴുതാമ, മൂടില്ലാത്താളി, ചങ്ങലം പരണ്ടി, നീർപ്പുള, ബ്രഹ്മി തുടങ്ങിയ നിരവധി ഔഷധ സസ്യങ്ങൾ പാടവരമ്പുകളിൽ വളർന്നു. നമ്മുടെ പൂർവികർ സംരക്ഷിച്ചു പോരുന്ന ആവാസ വ്യവസ്ഥയെ നമ്മുടെ തലമുറ നിഷ്കരുണം നശിപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു സംസ്കാരം തന്നെ നശിക്കുകയാണ്.